യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനസന്ധ്യയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ചയുടെ ഏവെങ്കിലിനെ ആസ്പദമാക്കിയുള്ള ജീവൻ്റെ വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. 16-ാം വാക്യം ജീവൻ്റെ വചനം ഇങ്ങനെ സാക്ഷീകരിക്കുന്നു. യാക്കോബ് മറിയാമിൻ്റെ ഭർത്താവായ യൗസേപ്പിനെ ജനിപ്പിച്ചു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന യേശു ജനിച്ചു എന്ന്. ദൈവത്തിൻ്റെ കൃപകൾക്ക്, സ്നേഹത്തിന്, കരുണയ്ക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടും കാരണമല്ല എന്ന് ഓർപ്പിക്കുകയാണ്. അത് പാപത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആകാം, ദാരിദ്ര്യത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആകാം, മാർജിനലൈസ്ഡ് ലൈഫിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആകാം, വർണ്ണത്തിൻ്റെ, വർഗത്തിൻ്റെ, ഭാഷയുടെ, രാഷ്ട്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആകാം. ഇതൊന്നും ദൈവകൃപകൾക്ക്, ദൈവാനുഗ്രഹത്തിന്, ദൈവ സ്നേഹത്തിന് തടസ്സമല്ല എന്ന് ബോധിപ്പിക്കുകയാണ്. 1 മുതൽ 17 വാക്യങ്ങൾ പറയുന്നത് യേശുവിൻ്റെ ജനനത്തെ പറ്റിയാണ്. തൻ്റെ ജീനിയോളജിയെ പറ്റി പറയുമ്പോൾ ആ തലമുറകളിൽ ധാരാളം അശുദ്ധ ജീവിതം നയിച്ചവരുണ്ട്, കൊള്ളക്കാരുണ്ട്, കൊലപാതകളുണ്ട്, വ്യഭിചാരികളുണ്ട്, മാർജിനലൈസ് ചെയ്ത മനുഷ്യനുണ്ട്, ദാരിദ്ര്യമുള്ള മനുഷ്യരുണ്ട്, സ്ത്രീ ജനതകളുണ്ട്. ആ ജീനിയോളജിയിൽ 5 സ്ത്രീകളെ പറ്റി പറയുന്നുണ്ട്. രൂത്തുണ്ട്, താമാറുണ്ട്, റാഗബുണ്ട്, ബത്സയിദയുണ്ട്, മേരിയുണ്ട്. അതിൽ റാഗബും അതുപോലെ തന്നെയുള്ളത് ബത്സയിദയും താമാറെല്ലാം അശുദ്ധ ജീവിതത്തിൻ്റെ പങ്കാളികളായിരുന്നു. രൂത്ത് എന്ന് പറഞ്ഞവൾ അന്യജാതിക്കാരിയായിരുന്നു. ബത്സയിദയെ പറ്റി പറയുന്നത് പാപിയാണെന്ന് തന്നെയാണ് പറയുന്നത്. വിശുദ്ധ അമ്മയെ പറ്റി പറയുന്നതും തെറ്റിദ്ധാരണയെ പുറത്ത് വിവാഹ ജീവിതം ബന്ധപ്പെടാതെ ഗർഭവതി എന്നാണ്. ഇതെല്ലാം മാറ്റിയിട്ട് ആ തലമുറകളിൽ എത്ര യേശുവിൻ്റെ ജനനം എന്നോർപ്പിക്കുകയാണ്. ന്യൂയോർക്ക് സിറ്റിയെ വിറപ്പിച്ചതായ തക് ഡ്രഗ് അല്ലെങ്കിൽ ഗ്യാങ് ലീഡറായ നിക്കി ക്രൂസ് ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ, അവൻ്റെ സുവിശേഷം കേട്ടപ്പോൾ, അവൻ്റെ സ്നേഹം കേട്ടപ്പോൾ അവൻ യേശുവിൽ അടിമപ്പെട്ട് മാനസാന്തരപ്പെട്ട് യേശുവിൻ്റെ സുവിശേഷീകരണത്തിനായി ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന ദൈവമകനായി സഞ്ചരിക്കുകയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എത്രയെന്നത്രേ 2 കൊരിന്ത്യൻ 5:17 പഠിപ്പിക്കുന്നത്. ഇതത്രേ സുവിശേഷം എന്ന് ഓർപ്പിക്കുകയാണ്. തലകളെ വണക്കി പ്രാർത്ഥിക്കാം. യേശു എന്ന ഞങ്ങളുടെ കർത്താവും ഏകദൈവവുമായുള്ളവേ, നിന്റെ ജനനത്തോടനുബന്ധമുള്ള ഈ നല്ല നാളുകളിൽ ഞങ്ങൾ പാപികളായിരുന്നപ്പോൾ ഞങ്ങളെ സ്നേഹിച്ച നാഥ, ഞങ്ങൾ ഏത് സാഹചര്യങ്ങളിലാണെങ്കിലും ഇന്ന് നിന്റെ സ്നേഹം ഞങ്ങളെ മാടി വിളിക്കുന്നു. നിന്റെ സ്നേഹകരങ്ങളിൽ ഈ വചനം കേൾക്കുന്ന മക്കളെല്ലാം ദൈവമേ വന്നണഞ്ഞ് ആശ്വാസം കണ്ടെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മേ ഗോഡ് ബ്ലസ് യു ഓൾ. വചനസന്ധ്യ.